വളരെ സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരവസ്ഥയാണ് മൂത്രം ഒഴിക്കുമ്പോഴുള്ള വേദന, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക, അതേപോലെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും ഒരു ചുട്ടുനീറ്റലും വേദനയും പിന്നെയും മൂത്രം ഒഴിക്കണം എന്നുള്ളൊരു തോന്നലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പോൾ പൊതുവേ ഈ ഒരു വേനൽക്കാലത്ത് നമ്മൾ വെള്ളം കുടിക്കുന്നതൊക്കെ കുറവായിരിക്കും. അതേപോലെ തന്നെ അണുബാധയൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഈ മൂത്രത്തിൽ ഇൻഫെക്ഷൻ പൊതുവെ കോമൺ ആയിട്ട് ഇന്ന് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒക്കെ വരും. പക്ഷേ എന്നാലും ഒന്നും കൂടെ വളരെ കോമൺ ആയിട്ട് നമ്മളിന്ന് ഈ ഒരു വേനൽക്കാലത്തുള്ള മൂത്രത്തിലുള്ള പ്രശ്നം കൂടുതലായിട്ട് കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് മൂത്രനാളിയുടെ ആ ഒരു സൈസ്, ആ ഒരു ലെങ്ത്ത് പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഷോർട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് മൂത്രസഞ്ചിയിലേക്ക് ബാധിക്കാൻ കാരണമാവാറുണ്ട്. എന്നാൽ പുരുഷന്മാരിൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുന്നതിന് മറ്റു പല കാരണങ്ങളുണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം, അതേപോലെ തന്നെ മൂത്രത്തിൽ കല്ല്, ഇതൊക്കെ കാരണമാണ്. വെറുതെ സിമ്പിളായിട്ട് കുറച്ചൊരു വെള്ളം കൂടിയിട്ട് കുറവുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത പുരുഷന്മാരിൽ കുറവാണ് സ്ത്രീകളെ കമ്പയർ ചെയ്യുമ്പോൾ. പൊതുവെ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ കിഡ്നിയിൽ നിന്ന് മൂത്രസഞ്ചിയിലേക്ക് കൊണ്ടുവരുന്ന യൂറേറ്റസ്, മൂത്രസഞ്ചി, അതേപോലെ തന്നെ മൂത്രനാളി, ഇവയൊക്കെയാണ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നത്. പിന്നെ പൊതുവേ നമുക്കിതിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ട് മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാൻ. അതായത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ഇത് പൊതുവേ ഉള്ളതെന്ന് പറഞ്ഞാൽ വെള്ളം കുടിയുടെ കുറവാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം നമുക്കറിയാം മൂത്രത്തിൽ ഇൻഫെക്ഷൻ വളരെ കോമൺ ആയിട്ട് കാണുന്നത് സമ്മർ സീസണിലാണ്. അപ്പോൾ ഈ ഒരു സമ്മർ സീസണിൽ, അതായത് വേനൽക്കാലത്ത് ദാഹം അധികം തോന്നില്ല എന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? സ്വാഭാവികമായിട്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ മൂത്രം പിടിച്ചു വെക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ചില ആളുകളുണ്ട്, ഇപ്പോൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടിലെത്താണ്ട് മൂത്രം ഒഴിക്കില്ല. അല്ലെങ്കിൽ വീട്ടമ്മമാരൊക്കെ എന്ത് ചെയ്യും? മൂത്രം പിടിച്ചു വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് അവരിങ്ങനെ പിടിച്ചു വെക്കും. പിന്നെ അതേപോലെ ബസ്സിലോ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? മൂത്രം ഇങ്ങനെ പിടിച്ചു വെക്കും. അവർ പിന്നീട് അവർക്ക് പറ്റിയൊരു സാഹചര്യം വരുമ്പോൾ മാത്രമേ അവർ മൂത്രം ഒഴിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ഇങ്ങനെ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ടൈമിൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാം. പീരിയഡ്സ് ആയിട്ടുണ്ട്, ആ ഒരു സമയത്ത് പാഡൊക്കെ കൃത്യമായിട്ട് ചേഞ്ച് ചെയ്യാണ്ടിരുന്നാൽ, അതേപോലെ തന്നെ അണ്ടർവെയർ കൃത്യമായിട്ട് സമയത്തിന് മാറ്റാണ്ടിരുന്നാൽ ഒക്കെ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ കൂടുതലായിട്ടും പബ്ലിക് ടോയ്ലറ്റ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു, പക്ഷെ കൃത്യമായിട്ട് ആ ഒരു ഏരിയ വാഷ് ചെയ്യുന്നില്ല, കൃത്യമായിട്ടുള്ള ഹൈജീൻ ഇല്ല എന്നുണ്ടെങ്കിലൊക്കെ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ സെക്ഷൽ കോണ്ടാക്റ്റിന് ശേഷം മൂത്രം ഒഴിച്ച് ആ ഒരു ഭാഗം കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിലും സ്ത്രീകളിലും പുരുഷന്മാരിലും ഈ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മൂത്രനാളിയുടെ ലെങ്ത്ത് സ്ത്രീകളിൽ കുറവായതുകൊണ്ട് തന്നെ സ്ത്രീകളിലാണ് പുരുഷന്മാരെക്കാട്ടിലും ഒന്നും കൂടെ സാധ്യതയുള്ളത്. പിന്നെ വേറൊന്ന്, പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഉണ്ടെങ്കിൽ ഇങ്ങനെ മൂത്രത്തിൽ പഴുപ്പ് പെട്ടെന്ന് വരും. പ്രത്യേകിച്ച് സമ്മർ സീസണിൽ വെള്ളം കൂടി കുറയുമ്പോഴോ അധികം മൂത്രം പുറത്ത് വരാണ്ട് ആ മൂത്രസഞ്ചിയിൽ കെട്ടിങ്ങനെ കിടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഷുഗർ പേഷ്യൻസിൽ, അതായത് അത് ഷുഗർ പേഷ്യൻസിൽ ഒന്ന് ഇമ്മ്യൂണിറ്റി കുറവാണ്. പിന്നെ വേറൊന്ന്, ഈ ഒരു മൂത്രം മുഴുവനായിട്ട് പുറത്ത് വരില്ല സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും. ഞരമ്പിൻ്റെയൊക്കെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ കുറേയൊക്കെ മൂത്രസഞ്ചിയിൽ ഇങ്ങനെ കെട്ടിക്കിടക്കും. അങ്ങനെയുള്ളവരിലും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാന കാരണം. പിന്നെ കുട്ടികളിൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത, കുട്ടികൾ വെള്ളം കുടി അത്രയും നിർബന്ധിച്ച് കൊടുത്താലേ അവർ വെള്ളം കുടിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരിലും, പിന്നെ അതേപോലെ ഈ അടിവസ്ത്രം ഇടാണ്ട കുട്ടികളെ ഇങ്ങനെ നമ്മൾ പുറത്ത് കൂടെ നടത്തുന്നു, അല്ലെങ്കിൽ അവർ തോന്നിയ സ്ഥലത്തൊക്കെ ഇരിക്കുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഒരാൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത്തേതായിട്ട് മൂത്രം ഒഴിക്കുന്ന സമയത്തുള്ള വേദന. ആ ഒരു വേദന എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എരിച്ചിലായിരിക്കാം, പുകച്ചിലായിരിക്കാം, കുത്തലായിരിക്കാം, കടച്ചിലായിരിക്കാം. അതേപോലെ തന്നെ മൂത്രം ഒഴിച്ച് കഴിഞ്ഞിട്ട്, അതായത് ആ ലാസ്റ്റ് ഡ്രോപ്പ് വരുന്ന സമയത്തുള്ള വേദനയും എരിച്ചിലും പുകച്ചിലും. മൂത്രം ഇടയ്ക്കിടയ്ക്ക് പോകാൻ തോന്നും. അതായത് മൂത്രം ഒഴിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ മൂത്രം ഒഴിക്കണം എന്ന് തോന്നും, പക്ഷെ കുറച്ച് മൂത്രമേ വരുള്ളൂ. മൂത്രത്തിന് മഞ്ഞ കളറ് അല്ലെങ്കിൽ സ്മെല്ല് വ്യത്യാസം, മൂത്രത്തിൽ കുറച്ച് ബ്ലഡ് കാണാം, പിങ്ക് കളറൊക്കെ മൂത്രം വരിക,
ഇതൊക്കെ മൂത്രത്തിൽ പഴുപ്പുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ്. അടിവയറ് വേദന, അടിവയറിനൊരു ഹെവിനെസ്, അടിവയറ് പ്രസ് ചെയ്താൽ വേദന വരിക, പനി വരിക. അതായത് ചിലപ്പോൾ പുറമേക്ക് ഒരാൾ തൊട്ട് നോക്കിയാലൊന്നും പനി തോന്നില്ല, പക്ഷെ ഉള്ളിലേക്ക് നല്ല പനി, ഒരു കുളിരും കാര്യങ്ങളും, ഒന്നിനൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത അവസ്ഥ, ഒന്നും ചെയ്യാൻ പറ്റില്ല, ക്ഷീണം വരിക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പൊതുവെ കാണാറുണ്ട്. പിന്നെ ഈ ഒരു മൂത്രത്തിൽ പഴുപ്പ് നന്നായിട്ട് കൂടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിറയലും പനി പുറമേക്ക് കാണാം. അതേപോലെ ഈ ഒരു വേദന, അടിവയറ് വേദന ബാക്കിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് കാണാറുണ്ട്. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് കുട്ടികളിൽ മൂത്രത്തിൽ പഴുപ്പുണ്ടെങ്കിൽ കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. കാരണം പൊതുവെ കുട്ടികൾക്ക് പറയാനറിയില്ല, മൂത്രം ഒഴിക്കുമ്പോൾ വേദന ഉണ്ടെങ്കിലൊന്നും പറയാനറിയില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, മൂത്രം ഒഴിക്കുമ്പോൾ കരയും, മൂത്രം ഒഴിക്കാൻ തോന്നിയാൽ കരയും, മൂത്രം ഒഴിച്ച് കഴിഞ്ഞ് കുറേ നേരം അവർ കരച്ചിലായിരിക്കും, അവർക്ക് അസ്വസ്ഥത കാണിക്കും, ഫുഡ് കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, ഛർദ്ദിക്കാൻ വരുന്ന പോലെ ചിലപ്പോൾ ഛർദ്ദിക്കും, വെള്ളമൊക്കെ കൊടുത്താൽ ഛർദ്ദിക്കും, അതേപോലെ പനി ഉണ്ടാവും അവർക്ക് തൊട്ട് നോക്കിയാൽ. ഇതൊക്കെയാണ് കുട്ടികളിൽ മൂത്രത്തിൽ പഴുപ്പുണ്ടെങ്കിലുള്ള ലക്ഷണങ്ങൾ. പൊതുവേ ഒരു മൂത്രത്തിൽ പഴുപ്പിന് കാരണമായിട്ടുള്ളൊരു ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എസ്റ്ററീഷ്യ കോളൈ എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ ആണ്. ഇത് നമ്മുടെ കുടലിൽ ഉണ്ടാകുന്ന ബാക്ടീരിയ ആണ്. അപ്പോൾ പൊതുവെ എങ്ങനെയാണ് ഇത് വരുന്ന വേറൊരു റൂട്ടെന്ന് പറയുന്നത്, ഈ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് കഴുകുന്ന സമയത്ത് ഈ ഒരു മലദ്വാരമാണെങ്കിലും മൂത്രനാളിയാണെങ്കിലും ഒക്കെ അടുത്തടുത്ത് കിടക്കുന്ന ഒരു ഓപ്പണിംഗ് ആണല്ലോ. അപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ വാഷ് ചെയ്യുമ്പോൾ മലത്തിലുള്ള എസ്റ്ററീഷ്യ കോളൈ എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ ഈ ഒരു മൂത്രനാളിയിലേക്ക് വരാനും അവിടെ ഉള്ളിൽ പോകാനും, ഉള്ളിലേക്ക് പോയിട്ട് മൂത്രസഞ്ചിയിലേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ കാരണമാവാറുണ്ട്. അതൊരു കാരണമാണ്. പിന്നെ ഈ ഒരു മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. കാരണം എല്ലാവരും ഇതിന് ലക്ഷണം കാണിക്കണം എന്ന് നമുക്കൊരു നിർബന്ധവും ഇല്ല. ചിലർക്ക് പുറമേക്കുള്ള ഒരു പനി മാത്രമായിരിക്കും ലക്ഷണം. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും പാരസിറ്റാമോൾ കഴിക്കും, പനി കുറയുന്നുണ്ടെങ്കിൽ ഓക്കെ, അവർ പിന്നെ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കില്ല, പിന്നെയും പനി ഉണ്ടാവും. ചിലർക്ക് ഇത് പനിയാണെന്ന് പോലും തിരിച്ചറിയില്ല, അതായത് ഉള്ളിലൊരു വൈകാരിക മാത്രമേ ഉണ്ടാവുള്ളൂ, പുറമേക്കൊന്നും കാണില്ല. അപ്പോൾ എന്ത് ചെയ്യും, പ്രത്യേകിച്ച് മെഡിസിൻസ് ഒന്നും എടുക്കാണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഈ ഒരു ഇൻഫെക്ഷൻ സഞ്ചിയിൽ നിന്ന് മൂത്രനാളിയിലേക്കൊക്കെ കയറി കിഡ്നിയൊക്കെ ബാധിക്കാനുള്ള കാരണമാവാറുണ്ട്. അതുകൊണ്ട് തന്നെ മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ചികിത്സാ രീതി പറയാം. അതായത് മൂത്രത്തിലൊക്കെ ഇൻഫെക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ മൂത്രത്തിൽ ഈ ഒരു വേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഇപ്പോൾ മൂത്രത്തിൻ്റെ ഒരു റുട്ടീൻ എക്സാമിനേഷൻ ചെയ്യും. മൂത്രത്തിൽ ബാക്ടീരിയ ഉണ്ടോ അതോ പഴുപ്പ് മാത്രമാണോ എന്ന് നോക്കും. പഴുപ്പാണെങ്കിൽ ഇതിൻ്റെ ചികിത്സാ രീതി വേറെയാണ്, ബാക്ടീരിയ ഉണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സാ രീതി വേറെയാണ്. അതേപോലെ പുരുഷന്മാരിലാണെന്നുണ്ടെങ്കിൽ മൂത്രത്തിൻ്റെ റുട്ടീൻ എക്സാമിനേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഏജ് അനുസരിച്ചിട്ട് നമ്മൾ ഇവർക്ക് PSA ടെസ്റ്റ് ചെയ്യാറുണ്ട്, അടിവയറിൻ്റെ അൾട്രാസൗണ്ട് ചെയ്യാറുണ്ട്. എന്നിട്ട് ഇപ്പോൾ സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും റുട്ടീൻ എക്സാമിനേഷനൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടും ഈ ഒരു ഇൻഫെക്ഷൻ ഒന്നും മാറുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ അടിവയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് നമ്മൾ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ മുൻപായിട്ട് ചെയ്യുന്നത്. ഓരോ രോഗിയുടെയും ചികിത്സാ രീതി ഓരോ രീതിയിലാണ്. അതായത് ചിലർക്ക് വെള്ളം കുടി കുറവായതുകൊണ്ടായിരിക്കാം, ചിലരുടെയൊക്കെ വൃത്തിക്കുറവ് കാരണമായിരിക്കാം, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാരണമായിരിക്കും. ചിലർക്ക് ഷുഗർ കാരണമായിരിക്കും, ചിലർക്ക് പ്രഗ്നൻസി ടൈമിൽ വരുന്ന മൂത്രത്തിൽ ഇൻഫെക്ഷൻ ആയിരിക്കും, ചിലർക്ക് പുരുഷന്മാരിൽ മൂത്രത്തിൽ കല്ലുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം കാരണമായിരിക്കാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാരണമുണ്ട്. അതേപോലെ ഓരോരുത്തർക്കും ഓരോ ലക്ഷണമുണ്ട്. മൂത്രം ഒഴിക്കുമ്പോൾ വേദന ഉള്ളവരുണ്ട്, മൂത്രം തീരെ പോവാണ്ട് ഇറ്റിറ്റായിട്ട് മൂത്രം പോകുന്ന ആൾക്കാരുണ്ട്, പിന്നെ അതേപോലെ തന്നെ മൂത്രം പോയി കഴിഞ്ഞിട്ട് വേദനയുള്ളവരുണ്ട്, പനി വരുന്നവരുണ്ട്, പനി ഇല്ലാത്തവരുണ്ട്, ഛർദ്ദിക്കുന്നവരുണ്ട്. പിന്നെ കുട്ടികളൊക്കെ പറയുകയാണെങ്കിൽ ബെഡിൽ മൂത്രം ഒഴിക്കുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ അടിവസ്ത്രത്തിലൊക്കെ ഇങ്ങനെ ഇറ്റിറ്റായിട്ട് മൂത്രം പോകുന്ന കുട്ടികളുണ്ട്. വേറെ സിംറ്റംസ് ഒന്നും അവർ കാണിക്കില്ല. ഇങ്ങനെ ഓരോരോ ലക്ഷണങ്ങൾ ഓരോരുത്തരും വേറെ രീതിക്കാണ്. അപ്പം ഓരോരുത്തരുടെയും ലക്ഷണം ഓരോരുത്തരുടെയും കാരണവും നോക്കിയിട്ട് ആണ് ഇതിൻ്റെ ചികിത്സാ രീതി പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മളിതിന് കൊടുക്കുന്നത് ജർമ്മൻ മെഡിസിൻസ് ആണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ ഒരു സീസണിലൊക്കെ വരുന്ന മൂത്രത്തിലുള്ള ഇൻഫെക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ അതൊരു അക്യൂട്ട് കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കത് വളരെ കുറഞ്ഞ കാലയളവിൽ ഒരു 1 വീക്ക് 2 വീക്ക് അല്ലെങ്കിൽ ഒരു 1 മന്ത് ട്രീറ്റ്മെൻറ്റിൽ തന്നെ നമുക്കിതിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനും സാധിക്കും.
പിന്നുള്ളത് കാരണമാണ്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കാരണമൊക്കെയാണ്, അല്ലെങ്കിൽ വേറെ കാരണങ്ങൾ കൊണ്ട് മൂത്രത്തിൽ കല്ലോ ഇങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെയാണ്, ഷുഗറൊക്കെ കാരണമാണ് ഇങ്ങനെ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മളിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാലാവധിയൊക്കെ നമുക്ക് നീണ്ടു പോവാറുണ്ട്. പിന്നെ അതേപോലെ ഇങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക. 2.5-3 ലിറ്റർ വെള്ളം നിർബന്ധമായിട്ടും കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ 2.5-3 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞ് വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരുന്നാൽ ബ്ലഡിൽ ഇലക്ട്രോലൈറ്റ് ബാലൻസ് ഉണ്ടാവില്ല, സോഡിയമൊക്കെ കുറയാൻ കാരണമാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇളനീര് വെള്ളമൊക്കെ കുടിക്കുന്നത്, കഞ്ഞിവെള്ളം കുടിക്കുന്നത്, ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കുന്നത്, നാരങ്ങ വെള്ളം ഉപ്പിട്ട് കുടിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അതേപോലെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് നറുനീണ്ടിയുടെ വേര് ഇട്ട് തിളപ്പിച്ച വെള്ളം ഡെയിലി നിങ്ങൾ കുടിക്കുന്ന വെള്ളം ആ ഒരു വെള്ളമാക്കുക. അങ്ങനെ ആകുമ്പോൾ ശരീരം നന്നായിട്ട് തണുക്കാനും മൂത്രം നന്നായിട്ട് ഒഴിഞ്ഞു പോകാനും കാരണമാവാറുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബാർലി അരി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും മൂത്രം നന്നായിട്ട് ഡയലൂട്ടായിട്ട് പോകാനും പഴുപ്പ് പോകാനും ഇൻഫെക്ഷനൊക്കെ ഡയലൂട്ടായിട്ട് പോകാനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ മൂത്ര കല്ലൊക്കെ ഉണ്ടെങ്കിലും ആ കല്ലൊക്കെ ചെറിയ കല്ലൊക്കെ ആണെങ്കിൽ ബാർലി അരി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ അതിങ്ങനെ മൂത്രത്തിലൂടെ തന്നെ നിങ്ങളറിയാതെ പുറത്ത് പോവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ അടുത്തതായിട്ട് മൂത്രം പിടിച്ച് വെക്കാണ്ടിരിക്കുക. എപ്പോഴാണോ മൂത്രം ഒഴിക്കാൻ തോന്നുന്നത് ആ സമയത്ത് മൂത്രം ഒഴിക്കുക. പിന്നീട് നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ അതേപോലെ സെക്ഷൽ കോണ്ടാക്റ്റിന് ശേഷം മൂത്രം ഒഴിച്ച് ആ ഭാഗം നന്നായിട്ട് വാഷ് ചെയ്യുക. പീരിയഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പാഡ് ഓരോ 4 മണിക്കൂറിലും ചേഞ്ച് ചെയ്യുക, ഈവൻ നിങ്ങൾക്ക് ബ്ലീഡിങ് കുറവാണ് എന്നുണ്ടെങ്കിൽ പോലും. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സീസണിൽ, സമ്മർ സീസണിൽ നന്നായിട്ട് മസാല അടങ്ങിയ ഭക്ഷണം, എരിവും പുളിയും ഒരുപാടുള്ള ഭക്ഷണം, എണ്ണമയം കലർന്ന ഭക്ഷണമൊക്കെ പരമാവധി ഒഴിവാക്കിയിട്ട് പച്ചക്കറിയും പഴങ്ങളും സാലഡും വാട്ടറി ഫ്രൂട്ട്സ്, അതായത് വാട്ടർ മെലൺ, കുക്കുംബർ ഇവയൊക്കെ ധാരാളം കഴിക്കുക. ഇതൊക്കെ വളരെ നല്ലതാണ്. വിയർക്കുന്ന സാഹചര്യം പരമാവധി കുറയ്ക്കുക. നിങ്ങൾ ഒരുപാട് വിയർക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കുടിക്കുക. മോരും വെള്ളം കുടിക്കുക, സംഭാരം കുടിക്കുക, ഇതൊക്കെ വളരെ നല്ലതാണ്. ഇതേപോലെ മൂത്രത്തിൽ പഴുപ്പ്, കിഡ്നി സ്റ്റോണ്, പിന്നെ മൂത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നു, പിന്നെ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം, ഇത് കാരണമുള്ള മൂത്രത്തിൽ ഇൻഫെക്ഷൻ, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും സംശയങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ടിനോ എസ്, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.